വൺ ഡേ ട്രിപ്പാണിത്, വൺ ഡേ ട്രിപ്പ്. ഒട്ടും ലഗേജ് ഇല്ല. ഇതെന്താണ് ഇത്? ഇതിനും വേണ്ടിട്ട് ദിസ് ഈസ് മൈ ലഗേജ്. ഹായ് ഡ്രൈവർ. എന്തുവാ പുറകിലിരിക്കുന്നത്? ലഗേജ് വൺ ഡേക്ക്. എടി എന്താ പാട് ലഗേജ്? ഹായ് മീനു. മീനു ഇസ് സോ സ്റ്റൈലിംഗ്. എന്ത് ഛർദിച്ചതിന്റെ കഥയാണ്. നന്ദുവിന്റെ ഓക്കെ ഗൈസ്, നമ്മള് ആരൊക്കെ ഛർദിക്കാൻ തുടങ്ങുമെന്ന് ഉള്ളൊരു വ്ളോഗാണിത്. നീ ഛർദിക്കുവോ? നീ ഛർദിക്കുവോ? ഞാൻ ഛർദിച്ചില്ല. ലച്ചു ഛർദിച്ചു. ലച്ചുവാണ് തുടക്കം ഇട്ടൊടിക്കുന്നു. ഞാൻ ഛർദിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഛർദിക്കുവോ? നന്ദു ഛർദിക്കുവോ? നന്ദു ഛർദിക്കുവോ? അവിടെ ഛർദിക്കുവോ? പറയോ? ഓക്കെ. വിജയ് ചേട്ടൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ഇല്ലായിരിക്കും അല്ലേ? എങ്ങനെയാ? ഞാൻ ഇങ്ങനെ പിടിക്കണമെന്ന് പറഞ്ഞാൽ പിടിക്കില്ല. യെസ് ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മള് AC ഒന്നും പറ്റാത്തോണ്ട് തുറന്നിരിക്കുകയാണ്. പിന്നെ കാണാം. ബൈ ബൈ ഗൈസ്. നോക്ക്, ചിലവര് വലിച്ചെറിഞ്ഞ ബബിൾക്ക് വേണേ നമ്മൾ ലച്ചു റൗണ്ട് 3 ഛർദിച്ചു. അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ ഇറങ്ങിയതാണ്. സ്റ്റൈലിൽ നടന്നു വന്ന കാട്ടിലൊക്കെ കേറിയിട്ട് വന്ന നന്ദു. എവിടെ പോയതാ നീ? ഞങ്ങളുടെ ബാഗിൽ എന്തോ ഉണ്ട്. ബാഗ് ഊരുന്നില്ല ഗൈസ്. അതിന് ഈ ബാഗ് വന്നപ്പോ എന്നിട്ട് ഊരുന്നില്ല. അപ്പൂനെന്താ പറയാനുള്ള അതിനെ പറ്റി? ഗൈസ് നോക്കൂ, കിയുടെ മുമ്പിൽ വേറൊരു കിയ. മീന് പറഞ്ഞ വാട്ടർമെലൻ ജ്യൂസ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നു. കൊള്ളാം. കുടിക്കും, എല്ലാരും കുടിച്ചു കുടിക്കും. നമ്മളങ്ങനെ പാട്ട് ഇറങ്ങിയ കണ്ടൻസ് ഇല്ല. നമ്മളങ്ങനെ ഇവിടെ ഒരാൾ 3 വട്ടം ഛർദിച്ചിട്ട് തളർന്നിരിക്കുന്നു. ഇവിടെ ഒരാൾ ഡ്രൈവിങ്ങിലാണ്. ഇവിടെ ഒരാൾ എന്തോ കാണിക്കുന്നു. തിരിച്ചു വ്ളോഗ് എടുക്കുന്നു. വോമിറ്റിംഗ് നമ്പർ 3 ആയി. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടാണ്. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. നോക്കൂ ഗൈസ്, നമ്മളങ്ങനെ നെക്സ്റ്റ് സ്പോട്ടിൽ എത്തി. കണ്ണാടി താഴ്ത്തിയിട്ടേക്കാണ്. നെക്സ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വ്യൂ ഇപ്പൊ കാണിച്ചു തരാം. സംഭവം ഇവിടെ നിന്ന് താഴത്തോട്ട് നോക്കിയാൽ കൊക്കയാണ്. നമ്മൾ കൊടൈക്കനാൽ എത്തിയിരിക്കുന്നു. കുറെ ഉറക്കത്തിന് ശേഷം. എന്താണ് പറയാനുള്ളത്? ശേഷം എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ തണുത്ത് വിറയ്ക്കുവാണ്. കൊടൈക്കനാൽ തണുപ്പില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അതെ, തണുത്ത് വിറച്ച് മരിക്കുകയാണ് ഗൈസ്. ഇതൊരാൾ തൊപ്പി വാങ്ങുന്നു. എങ്ങനെയാ എങ്ങനെയത് സംഭവം? ഇങ്ങനെ കൊള്ളാടി ഇല്ലേ? ബാക്കി വലിച്ച് പുതപ്പ് പൊതിച്ച പോലെ ഉണ്ട് എന്റെ ബാഗിലാ. ഹലോ ഗൈസ്, നമ്മൾ എവിടേക്കും എത്തിയിരിക്കുകയാണ്. കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട്. ലച്ചു, മീനു, അപ്പു എല്ലാരും നോക്ക്.
ചുണ്ടൊക്കെ ഡ്രൈ ആവും. അതെ, നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ചായക്ക് ഇതുവരെ ഇട്ടിരുന്നത്. അതെ, നമ്മള് ചായ കുടിക്കാൻ ഒരു പിരിവില്ല. മിണ്ടായിരിക്കും. എല്ലാം കിളി പോയതാ. പണ്ടേ കിളി പോയ സാധനങ്ങളല്ല. ഓക്കെ ഗൈസ്, അവിടെ നമ്മൾ ഷോപ്പിംഗ് ആയിട്ട് കഴിഞ്ഞു. എൻ്റെ ഒരു മാല വാങ്ങിച്ചു, ലച്ച് കുറച്ച് ചെയിൻസ് ഒക്കെ വാങ്ങിച്ചു. നിന്റെ ചെയിൻ എവിടെ? ചോളം കഴിക്കാൻ നിൽക്കുന്നു. ഇവിടെ ഒരാൾ വീഡിയോ കോള്. നമ്മള് വീഡിയോയില് വരും. ലച്ചു നോക്കിയ നല്ല രസമുണ്ട്. നമ്മൾ ഫൈനലി റൂമിൽ വന്നു. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. നമ്മൾ മോർണിംഗ് മര്യാദയ്ക്ക് ഹോം ടൂർ കാണിക്കുന്നതാണ്. ഇതാണ് റൂം. ഹായ് ഗൈസ്. ഇതാണ് നമ്മൾ നിന്ന കോട്ടേജ്. അവിടെ വേറെ ആൾക്കാരുണ്ട്. അവിടെയൊക്കെ ഒരു നല്ല കുറേ പിക്സ് എടുക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്. നമുക്കിനി അകത്ത് കയറാം. ആദ്യമേ നമ്മൾ കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ ലേഡിനെ കാണാം. വൈറ്റ് ഫ്രോക്കൊക്കെ ഇട്ടിട്ട് സുന്ദരി ആയിട്ടുണ്ട്. ഗൈസ് നോക്കൂ, ഇവിടെ ഒരു മിററുണ്ട്. ഇവിടെ ഒരു മിററുണ്ട്. ഇവിടെ ഒരു ഫുഡ് കഴിക്കുന്ന സ്പേസ് ഉണ്ട്. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ പൊക്കത്തേക്ക് വേറൊരു റൂമാണ്. ഇവിടെയാണ് ക്യാമ്പ് ഫയർ. പക്ഷെ ഇവിടെ ക്യാമ്പ് ഫയർ ഒന്നും നടന്നില്ല ഇന്നലെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ അഭിപ്രായം? ഈ സ്ഥലത്തിന്റെ നല്ലൊരു റൂമാണ്. നമുക്ക് റൂം കിട്ടിയ കഥ പറയില്ല. കോട്ടേജ് ആണ് ഗൈസ്. നമുക്ക് എന്തുകൊണ്ടും എല്ലാ സ്വന്തം പിക്കെടുക്കാൻ പറ്റിയ കുറെ സ്ഥലങ്ങളുണ്ട്. നെക്സ്റ്റ് ആളാണ് ഇവിടെ കണ്ണിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണിൽ വെള്ളം വയ്ക്കാറ്. കണ്ണ് വിങ്ങിന്നൊക്കെ പറയുന്നത്. എന്തൊക്കെയോ അടിച്ചെന്നൊക്കെ ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോകാം. ഇവിടുത്തെ ലൈറ്റ് ഇടോ ഗൈസ്. ഇതാണ് ബാക്കിയുള്ള ഒരു സ്പീക്കർ പഠിച്ച് നടക്കുന്നത് അപ്പു. ഡ്രസ്സ് എടുത്ത് വെക്കുന്നത് നന്ദു. അവിടെ ഒരു ബ്യൂട്ടിഫുൾ കുട്ടിയിലിരിക്കുന്നത് ലച്ചു ആണ്. ലച്ചിന്റെ ഔട്ട്ഫിറ്റ് നമ്മൾ കാണിച്ചു തരാം. കണ്ടോ, ഇവര് രണ്ടുപേരും മാച്ചിങ് ആണ്. നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോവാൻ പോവുകയാണ് ഇവിടുന്ന്. ഞാൻ ചവിട്ടി, സോറി. സോറി വിജയ്. വീഡിയോ ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. കരയുന്നത് ഞാൻ കാരണമല്ല, കണ്ണിൽ മരുന്നിട്ട. ലച്ചു നമ്മളിവിടുന്ന് ചെക്ക് ഇറങ്ങി. ഹായ് ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ അതെ, ആ ഒരു വൈബിലാണ് വന്നേക്കണേ. ഇവിടെ വാങ്കണ്ണ എല്ലാമേ ഇറക്കുന്നാണ് പറഞ്ഞേക്കണേ. ഇവിടെ ഫുഡൊക്കെ ഉണ്ടാവും നോക്കാം. ഇവക്ക് ആനമുട്ട പുഴുങ്ങിയത് വേണമെന്നാണ് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആനമുട്ട പുഴുങ്ങിയത് കഴിക്കാനത് ഇവള് മാത്രമാണ്. ഇവൾക്ക് ഒച്ചു വറുത്തത്. എനിക്ക് കിഴങ്ങ് വറുത്തത് മതി, കിഴങ്ങ് വറുത്തത്. അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. നമ്മുടെ ഹോട്ടൽ കാണിച്ചു കൊടുക്കും. ഹോട്ടൽ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ എല്ലാമേ ഉണ്ടെന്നാണ് അണ്ണൻ പറഞ്ഞത്. ഗൈസ് അങ്ങനെ നമ്മുടെ ഫുഡ് വന്നതാണ്. നമ്മുടെ ഫുഡ്
കൂലിയാണ്. അതെടുക്കണം. ഈ വീട് നോക്കൂ, 3 എണ്ണം ഒരേപോലെ. നമ്മളിപ്പോൾ എവിടെയാ പോകുന്നത്? നമ്മളിപ്പോ ഡോൾഫിൻ നോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോൾഫിന്റെ നോസ് കാണിച്ചു തരാം. നാളെ പോയ നോസ് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ. നമുക്ക് ലെറ്റ് മീ ചെക്ക്. ഈ ഫ്ലവർ കണ്ടു, ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഫ്ലവർ. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോ നല്ല ഭംഗിയുണ്ട്. കിട്ടാനാ. ഹായ്, ലുക്ക് അറ്റ് ദി വ്യൂ. ഗൈസ്, നമ്മൾ ഡോൾഫിൻ നോസിലേട്ടാണ് പോകുന്നത്. ദിസ് ഈസ് ദി വേ. ഇവിടെ നല്ല വെയിലുണ്ട്. ഒരാൾ കൊളുത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ ഇത്ര വലിയ ഇറക്കമാണ് ഇറങ്ങി വന്നത്. എനിക്ക് ഈ പരിപാടിയൊന്നും പറ്റിയ പരിപാടിയല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ അങ്ങോട്ട് നല്ല വ്യൂ ഉണ്ട്. ഇവിടെ ഒരു ഫ്രഷ് ജ്യൂസ് കടയുണ്ട്. നല്ല രസമില്ലേ കാണാൻ? മൗണ്ടൻ വ്യൂ. നമ്മുടെ പിള്ളേർ അവിടെ ഇരിപ്പുണ്ട്. നന്ദ താഴത്തെ വ്യൂപോയിന്റിലോട്ട് പോയിരിക്കാണ്. എന്താ ചെയ്യാ? അങ്ങനെ നമ്മൾ നടന്ന് ഒരു കൊറേ ട്രീസ് ഉള്ള, ഇത് പൈൻ ഫോറസ്റ്റ് ആണോ? അല്ല, പൈൻ മരമാണ്. പൈൻ ഫോറസ്റ്റ് പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തെത്തിയാലേ ഡോൾഫിൻ നോസിലെത്തുള്ളൂ. യാ, നല്ല രസമുണ്ട് ഇവിടേക്ക് കാണാൻ. എന്റെ പുറകിലൊരു വ്ളോഗർ ഉണ്ട്. പറയൂ, ഏത് ചാനൽ ഇടാനാണ്? ഇടാത്ത ചാനലിൽ ഇടാൻ വേണ്ടി, മറ്റേ ഇല്ലാത്ത ചാനൽ. നോൺ വ്ളോഗർ. അതെ, നോൺ വ്ളോഗറാണ്. നോൺ വ്ളോഗറാണ്. പക്ഷെ 24 മണിക്കൂറും വ്ളോഗ് ചെയ്തുകൊണ്ട് നടക്കും. ഞാൻ പിന്നെ ഇടക്കിടക്ക് ഇടുള്ളൂ. എന്നിട്ട് നമ്മുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും ഇടുന്നതാണ്. അതെ, ഗ്രൂപ്പുകളിൽ ഇടുക. അതെ. ഗൈസ്, നമ്മൾ ഡോൾഫിനോസ് കണ്ടെത്തിയിരിക്കുന്നു. അതാണെന്നാണ് പറയുന്നത്. ആ കല്ലിനെ കണ്ടിട്ട് ഡോൾഫിനെ പോലെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് കാണാൻ വേണ്ടി നമ്മൾ കിലോമീറ്ററുകളോളം ഇറങ്ങിയാണ് വന്നത്. നമ്മളിനി അങ്ങോട്ട് നടക്കുന്നു, അവിടെ പോകുന്നു, കുറച്ച് പിക്സ് എടുക്കുന്നു. ഗൈസ് നോക്കൂ, എന്താ അഭിപ്രായം മീനു അത് കണ്ടിട്ട്? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നമുക്കിനി അവിടെ പോയിട്ട് അഭിപ്രായം ഒന്നുകൂടെ നോക്കാം. ഡോൾഫിന്റെ നോസ്. ഗൈസ്, നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ലുക്ക്, അങ്ങോട്ട് ഡേഞ്ചർ ഏരിയ ആണെന്ന് തോന്നുന്നു. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഹായ് ഗൈസ്, നിങ്ങളെ കാണുന്നില്ലല്ലോ. ഹായ്. കണ്ട ഫോട്ടോ ഒക്കെ എടുക്കും ഇവിടെ. ഗൈസ്, വീഡിയോ എടുക്കാൻ പോകുന്ന മീനു. അതെ അതെ ഗൈസ്, ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. പേടിയാവുന്നുണ്ട് സത്യം പറഞ്ഞ. രുക്കുമ്പോ ഇവിടെ ഫോട്ടോ എടുക്കാൻ പോയിരിക്കണം ഗൈസ്. നമ്മളിപ്പോ അവിടെ ഒരു വ്യൂ പോയിന്റിലാണ്.
പറ്റിക്കാരനല്ല അവിടെ. ഗൈസ് ഇതാ നമ്മുടെ പോയിന്റ്. ഗൈസ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഞാൻ അറ്റത്ത് ഒരു മോണെന്നൊക്കെ വിചാരിച്ചതാണ്. നടന്നില്ല. നീ വേണമെങ്കിൽ പൊക്കോ. ഞാൻ ഇവിടെ നിൽക്കണ ഗൈസ്. ഞാൻ താഴെ പോയില്ല. പപ്പു ആണ് വീഡിയോ എടുക്കാൻ വേണ്ടി പിക്ക് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അതിന്റെ ഫീൽ അറിയുള്ളൂ. നന്ദു ആണ് ഏറ്റവും ദൂരത്ത് പോയി സ്കോർ ചെയ്തത്. ഇവിടെ വിജയ് വീഡിയോ എടുക്കുന്നു. ലച്ചോടെ വീഡിയോ എടുക്കുന്നു. ലച്ചു നോക്കൂ. ഹായ്. ഇവിടെ എടുത്ത് കഴിഞ്ഞു. വിജയ് അടുത്തത് ലച്ചു ഇറങ്ങിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ. മുടി അഴിച്ചിട്ടോ ലച്ചു? മുടി അഴിച്ചിട്ട് ഗൈസ് നമ്മളങ്ങനെ തിരിച്ചു കയറുവാണ്. അപ്പൊ അതാ ഒരു കുറുക്കനെ കിട്ടി. കുറുക്കൻ അമ്മ അതിന്റെ കണ്ണ് കണ്ട റെഡ് കളറാ. നിങ്ങൾ വരാൻ വേണ്ടി നോക്കിക്കോളി. ബാക്കി വരാനാ. നമ്മളങ്ങനെ ഫൈനലി ഡോൾഫിൻ ഹൗസിന്ന് മല കയറി പോയി. കാറ്റ് പോയി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇറങ്ങാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. കയറാനായിട്ട് ചത്തു. നമ്മൾ നമ്മുടെ ബാക്കി കസിൻസിനെ കണ്ടു. വഴക്കിടുന്നു. ടാറ്റാ. വെച്ച് കോണ് വാങ്ങിച്ചു വരുന്നുണ്ട്. വേണ്ട എത്ര എത്ര ഇപ്പൊ നന്ദു നീ എന്താണെന്ന് പറയുന്നത് അതുകൂടെ വരെ കിട്ടും നിനക്കിട്ടാ. അത് നീ കഴിച്ചോണ്ടിരിക്കത്. അവളത് കഴിച്ചോണ്ടിരിക്കായിരുന്നു കോൺ. അപ്പൊ ടാങ്ക് കലക്കുന്നു. വിഷയം തന്നെ ഗൈസ്. ഇതിന്റെ താഴത്തൊരു വെള്ളച്ചാട്ടമാണ്. അവിടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. കാണുന്നുണ്ടോന്നറിയില്ല. കണ്ടടാ ഗൈസ്. അവിടെയാണ് വെള്ളച്ചാട്ടം. ഇവിടെ ആൾക്കാരുണ്ട്. ഇതാ നോക്കൂ. ലെറ്റ്സ് അവിടെ നോക്ക്. നമ്മുടെ കോലൊന്നും നോക്കരുത്. കോലം നമ്മളെ ഒരു അതെ ഡെഡായിട്ട് വന്നതാ ആ കയറ്റം കയറി കഴിഞ്ഞ് വന്നപ്പോ. നമ്മൾ ഗുണാക്കേവിൽ പോവാൻ പോവുകയാണ്. നമ്മൾ ഗുണാക്കേവിൽ പോവാണ് ഗൈസ്. നമ്മൾ ഗുണാക്കേവിൽ പോവുകയാണ്. അവിടുന്ന് വേറെ വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് ചെക്കിങ് വന്നു. ഗുണാക്കേവിൽ കയറാനുള്ള എക്സ്പെൻസ് പറയൂ. 230 രൂപയാണ് ഗൈസ്. ഞങ്ങൾ വിചാരിച്ചില്ല. ഒരാൾക്ക് 30 വണ്ടിക്ക് 50 രൂപ. ഗൈസ് ലുക്ക് അറ്റ് ദി വ്യൂ. ദാറ്റ് ഈസ് ഗുണ കേവ്. ഗൈസ് നമ്മളിപ്പോ സെയിം ഡ്രസ് ആയതുകൊണ്ട് കാറിലിരുന്ന് തന്നെ ഡ്രസ് ചേഞ്ച് ഒക്കെ കഴിഞ്ഞു. ഔട്ട്ഫിറ്റ് 1, ഔട്ട്ഫിറ്റ് 2. എന്നെ കാണിച്ചു കൊടുക്കും. അതെന്റെയാ. എന്നൊന്ന് കാണിച്ചു. ഇതാണ് ജിക്കു, ഇതാണ് നന്ദു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട ഡ്രസ്സുകൾ തന്നെയാണ്.
പിന്നെ ഇവിടെ ഭയങ്കര ക്രൗഡാണ്, ചുറ്റിനും വണ്ടികളാണ്. ഞാനിപ്പോ കിടന്നേനെ. ഫോണില് 10%. നമ്മൾ സുഭാഷിനെ കണ്ടെത്താൻ പോവുകയാണ്. നമ്മൾ സുഭാഷിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. സുഭാഷിനെ നമ്മൾ വിളിച്ചിരിക്കും. സുഭാഷേ ആവട്ടെ. ആയിട്ടില്ല ഗൈസ്. പക്ഷെ ഇവിടെ നല്ല ക്രൗഡാണ്. ഞാൻ അന്വേഷിച്ച് നടന്ന സ്ഥലം ഇതാണ്, വാഷ്റൂം. കഴിച്ച് ഇത് നമ്മുടെ മക്കളാണ്, മക്കളല്ല. വിളിക്കാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം. അതെ, അതിനു വേണ്ടി മാത്രം. വിളിച്ചില്ലെങ്കിലാണ് കേട്ടോ. അത് ആ ഒരു വീഡിയോ എടുക്കാൻ അത് കിട്ടി, അത് കട്ട് ചെയ്തിട്ട് സുഭാഷിനെ നമ്മൾ വിളിക്കുന്നത്. തട്ടി വീഴും നോക്ക്. ഗൈസ് നമ്മൾ സുഭാഷ് പോയ വഴി നമ്മൾ കണ്ടുപിടിച്ചു. സിനിമയിൽ ചാടിയ വഴി. വിജയ്, ലുക്ക് ലുക്ക് ലുക്ക്. അമ്മേ കുഴി കുഴി. നമ്മളിപ്പോൾ ഈ കുഴിയുടെ പൊക്കത്താണ്. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ ഒരു ഇതിനെന്താ പറയാ, ഒരു വ്യൂ പോയിന്റ്. ഹലോ ഗൈസ്, നമുക്കപ്പോൾ ഇവിടുന്ന് വ്യൂ കാണാൻ പറ്റും. പക്ഷെ അവിടെ ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് വ്യൂ ഈസ് നോട്ട് വിസിബിൾ. ഒന്നും മിണ്ടാണ്ടിരിക്കോ? നമ്മുടെ സുഭാഷ് അവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇത് കൂടെ പോയി അവിടെ കുഴിപ്പ വീണത്. നമ്മൾ ഇവിടുന്ന് പോവാൻ പോവുകയാണ്. എന്റെ ഫോണിലാകെ 5% ഉള്ളൂ. 5 ഗുണാക്കേവിന്ന് ഇറങ്ങി ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. കുറെ ഷോപ്സ് ഉണ്ട്. ബർഗർ ബ്രെഡ് ഓംലെറ്റ് വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. ടേസ്റ്റേ എങ്ങനുണ്ട്? കുഴപ്പമില്ല. ഫ്ലവർ ആണ്. എനിക്കൊരെണ്ണം ലച്ചുന്റെ കോൺ കടിക്ക്.
പാത്രം 500 ചേഞ്ച് ഇല്ല, 300 കൊടുക്കണ്ട. 2 പാത്രം കാണാൻ നിന്നോളൂ. 2 വീട്ടിലോട്ട് പോയാൽ മതി എന്നാ പറഞ്ഞത്. നിങ്ങൾ നോക്കോ അപ്പൂരും നന്ദുരം വീട്ടിലേക്ക് വീട്ടിലായിരിക്കണം. ചേച്ചി ഫുൾ ഫുഡ് ഫുൾ സീനാണ്. അതിന് ഇടക്കിടക്ക് ഒരു വട പഠിച്ചാ മതിയെന്ന് ചേച്ചി പഠിപ്പിച്ചറിയാതെ. കേരളത്തിലെ പേര് കള്ളി. കേരളത്തിലെ കള്ളിന് ഫുൾ കിളി പറഞ്ഞിരിക്ക. നമ്മളിവിടെ ഇനി ഇവിടെ നിന്ന് പോവാൻ പോവാണ്. ഇവിടെ ഒരു വീഡിയോ റീൽസ് എടുക്കാനുള്ള പ്ലാനിലാണ് ഓടിയിട്ട്. ഗൈസ്, ആ കുരങ്ങൻ ബാഗ് അടിച്ച് മാറ്റാൻ വന്നു. ഗൈസ്, അവിടെ കണ്ടോ? നമ്മൾ നെക്സ്റ്റ് ഗുണ കേവിൽ നിന്ന് വന്നു. നമ്മൾ ഇനി നെക്സ്റ്റ് ഷീപ്പ് ഫാമിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോ ഷീപ്പ് ഫാമിൽ വന്നാണ്. പക്ഷെ നമ്മുടെ പ്ലാൻ അടപടല മൂഞ്ചി അടച്ചു. ഇപ്പൊ 5 മണിയായി. അവിടെ 4 മണി വരുള്ളൂ. എന്താണ് അഭിപ്രായം? നമ്മള് ഗുണ കേവിന്ന് എത്ര കിലോമീറ്റർ കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്? യാ, നമ്മുടെ വണ്ടിയിൽ പെട്രോളും കമ്മിയാണ്. മീനു ലക്ഷണം കാണിക്ക്. അപ്പൊ ഒരു വീട്ടിൽ കയറാൻ പറ്റോ? നമ്മൾ തിരികെ പോകുന്നു. ആ മറ്റേ സുഭാഷിന്റെ അവിടെ നിന്ന് പറഞ്ഞതാണ് പിക്ക് എടുത്താൽ. എന്നിട്ട് ഈ കാറിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയത്. എന്നിട്ട് വെച്ച് പറഞ്ഞ് ഫാമി പോയിട്ട് എടുക്കാം, ഫാമി പോയിട്ട് എടുക്കാം. ഫാമും ഇല്ല, ഒരു കുന്തോ ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് കിട്ടിയില്ലേ? നോക്ക്, അതൊരു അമ്പലമാണെന്ന് തോന്നുന്നു. മീനുവിന് ഈ കോസ്റ്റ്യൂമിലും കാറിന്റെ അവിടെ നിന്ന് വെച്ചു ഡാൻസ് കളി. ഗൈസ്, നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലം മാറിപ്പോയി. വണ്ടി അവിടെ വ്യൂ പോയിന്റ് കുറച്ച് അവിടെയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് നടക്കുക. അവിടെ വ്യൂ പോയിന്റ് ഉണ്ടോ? വ്യൂ പോയിന്റ് ഉണ്ടോ? യാ, നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ KSRTC ബസ്സൊക്കെ വരുന്നുണ്ട്. KSRTC ബസ്സാണോ പ്രൈവറ്റ് ബസ്സാണോ ഒന്നും അറിയില്ല. ഓ, നല്ല രസമുണ്ട് കാണാൻ. വ്യൂ നോക്ക്. എന്റെ പുറകിൽ അപ്പു നടന്നു വരുന്നുണ്ട്. Look at the view. മൊത്തത്തിലൊരു പാട്ട് ബഹളമാണ്. വിറയ്ക്കുവാ. ആ വീട്ടിൽ കല്യാണം നടക്കുകയാണ്. അവര് സൗണ്ടൊക്കെ കൂട്ടി തന്നു. ഒരു നോൺ ബ്ലോഗർ ബ്ലോഗ് എടുത്തോണ്ട് വരുന്നുണ്ട്. നിങ്ങൾ പിക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് ഉള്ളി വന്നത് റെഡിയായിട്ട്. ആപാദങ്ങൾ പറയുന്ന അപവാദികളാണ് ഇവിടെ.
കളിക്ക നന്നായിട്ട് കളിക്ക ലക്ഷ്യ അവിടെ നിൽക്ക. നമുക്ക് അവിടെ നിന്നാണ് പാട്ട് വെച്ചിരുന്നത്. നമ്മളങ്ങനെ വീണ്ടും കൊടൈക്കനാൽ ലേക്ക് ഷോപ്പിങ്ങിന്റെ അവിടെ എത്തി. നമ്മുടെ ഒരു പ്ലാൻ ഡ്രോപ്പ് ആയിരുന്നു. ഏത് പ്ലാനാ ഡ്രോപ്പ് ആയതേ? നമ്മള് വീണ്ടും ഇന്നലെ ചെയിൻ വാങ്ങിച്ച നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഇവിടെ ഒരു 10 സംതിങ് ചെയിനൊക്കെ വാങ്ങിച്ചിരുന്നു. നമുക്ക് ഓഫറൊക്കെ തന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഈ കടയിൽ വന്നു. നമ്മളങ്ങനെ ചോക്ലേറ്റ്സ് വാങ്ങാൻ നിൽക്കണം. ഞാനൊരു കണ്ണാടി വാങ്ങിച്ചു. നോക്കൂ, ഒരെണ്ണം ഞാൻ പൊട്ടിച്ചു. ഇത് നമുക്ക് ഈ സാധനം മാറ്റുമ്പോൾ കണ്ണാടി കാണാം. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. നമ്മള് പോവാൻ പോവാണ്. ബൈ ബൈ പറയുകയാണ്. അതെ, നമ്മളൊരു മലയാളി കടയിൽ നിന്നാണ് നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങിച്ചത്. വ്യാജവും ഒറിജിനലും നമ്മുടെ വ്യത്യാസം നമുക്ക് കാണിച്ചു. നമ്മൾ അണ്ണന്മാരുടെ കടയിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങിച്ച് നമ്മൾ പറ്റിക്കപ്പെട്ടു. മൂഞ്ചല ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി നമ്മുടെ മലയാളിയാണ്, തൃശ്ശൂരാണ് ഉള്ളത്. പുള്ളി നമുക്ക് നല്ല ചോക്ലേറ്റ് ആണ് വെക്കുന്നത്. അതെ അതെ, പുള്ളി എന്തായാലും കുറച്ച് ടാക്ടിക്കൽ മൂവ്സ് എടുത്തിട്ടാണ് നമ്മളെ കൊണ്ട് അത് തിന്നിപ്പിച്ച് നമ്മളെ കൂടെ ഓപ്പൺ ചെയ്ത് പുള്ളി കട്ട് ചെയ്തിട്ട് നമ്മുടെ പഴയ ചോക്ലേറ്റും ഈ പുള്ളിന്റെ ചോക്ലേറ്റും വെച്ചിട്ട് ഇതാക്കിയിട്ടാണ് ചോക്ലേറ്റ് പോലെ പുള്ളി എന്തൊക്കെയോ കാണിച്ചു. പക്ഷെ നമ്മള് വാങ്ങിച്ച ചോക്ലേറ്റും പുള്ളിയുടെ ചോക്ലേറ്റും ഡിഫറൻസ് ഉണ്ടാവും. നല്ല ഡിഫറൻസ് ഉണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം ചോക്ലേറ്റ് കിട്ടിയതിൽ? പിന്നെ എല്ലാവരും അപ്പൂനൊരു അഭിപ്രായവും ഇല്ല. കാറ് ഇനി ഇവിടെ ചാറ്റിങ്ങിൽ നമ്മൾ വണ്ടിയിൽ കയറുന്നു. നിങ്ങളെവിടെ ഇറക്കാം? കേറങ്ങോട്ട്. ഫ്രണ്ടിൽ ആരാണ് ഇരിക്കണം അവർ ഉറങ്ങാൻ പാടില്ല. ഒരാളിവിടെ കോളിൽ. ബൈ.